കാസർഗോഡ് പടന്നയിൽ IS-ൽ ചേർന്നതായി സംശയിക്കുന്ന ഷഹീസുദ്ദീനിൽ നിന്നും വീണ്ടും സന്ദേശമെത്തി. അഫ്ഗാനിസ്ഥാനിലെ തൊറാബോറയിൽ നിന്നാണ് സന്ദേശം ലഭിച്ചത്. ഇവിടെ സുഖമായിരിക്കുന്നു എന്നാണ് സഹോദരിക്ക് ലഭിച്ച സന്ദേശം. സണ്ണി ഞങ്ങളുടെ പ്രതിനിധി കാസർഗോഡ് നിന്നും ചേരുന്നു. സണ്ണി, തിരോധാനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും സന്ദേശം എത്തുന്നത്. സന്ദേശത്തിന്റെ ഉറവിടം അഫ്ഗാനിസ്ഥാനാണെന്ന് പോലീസ് അന്വേഷണ ഏജൻസി സ്ഥിരീകരിക്കുന്നുണ്ടോ? പ്രജീഷ്, ശനിയാഴ്ചയാണ് കാസർഗോഡ് പടന്നയിൽ നിന്നും പോയ 17 പേരിൽ ഒരാളായ ഹാഫിസുദ്ദീൻ വീണ്ടും വീട്ടുകാരുമായി ടെലിഫോൺ സന്ദേശം വഴി ബന്ധപ്പെടുന്നത്. ഹാഫിസുദ്ദീൻ പോയി ഒരാഴ്ചയ്ക്ക് ശേഷം മാതാവിനെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ ഇന്ത്യ വിട്ടിട്ടില്ല, ഇന്ത്യയിൽ തന്നെയാണ് ഉള്ള നിലയിൽ ടെലിഫോൺ സന്ദേശം നൽകിയിരുന്നു. പെരുന്നാളിന് തിരിച്ചു വരും, മറ്റെവിടെയും പോകില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം പെരുന്നാളിന് വന്നില്ല. ചെറിയ പെരുന്നാൾ ദിവസം വീണ്ടും ഒരു ടെലിഫോൺ മെസ്സേജാണ് വന്നത്. ഞാൻ സുരക്ഷിതരാണ്, എൻ്റെ ദൈവത്തിന്റെ നാട്ടിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ്. പിന്നീട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ ഹഫീസുദ്ദീന് വീണ്ടും ഒരു മെസ്സേജ് ലഭ്യമാകുന്നത്. അത് സഹോദരിക്കാണ് ഹഫീസുദ്ദീൻ അയച്ചത്. ഇവിടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന സിം തന്നെയാണ് അവിടെയും ഉപയോഗിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. വാട്സപ്പ് വഴി പഴയ ഇത്തരം സിമ്മുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് തെളിയുന്നത്. വാട്സപ്പിലൂടെ അയച്ച സന്ദേശത്തിൽ പറയുന്നത് എനിക്കിവിടെ സുഖം തന്നെയാണ് എന്ന് മാത്രമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഉള്ളത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ തോറാബോറ എന്ന് പറയുന്ന മേഖലയിലാണ്. അൽ ഖ്വയ്ദ നേതാവായിരുന്ന കൊല്ലപ്പെട്ട ഒസാമ ബിൻ ലാദൻ ഒരു കാലത്ത് ഇവിടെ ഒളിവിൽ താമസിച്ചിരുന്ന പ്രദേശവും ഇപ്പോൾ അൽ ഖ്വയ്ദയ്ക്കും അതുപോലെ താലിബാനും നല്ല സ്വാധീനമുള്ളൊരു മേഖലയാണ്. നമുക്കിപ്പോഴും ഹഫീസുദ്ദീൻ IS-ൽ ചേർന്നു എന്ന് നമുക്ക് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. അദ്ദേഹം തീവ്ര സലഫി വിശ്വാസിയായിരുന്നു. ഇസ്ലാം മതത്തിലെ സലഫി വിഭാഗത്തിലെ തീവ്ര വിശ്വാസിയായിരുന്നു. വിവാഹിതനായി 3 മാസം കഴിഞ്ഞ ഉടനെയാണ് ബിരുദധാരിയായ ഹഫീസുദ്ദീൻ ഇവിടെ നാട് വിട്ടുപോയത്. അദ്ദേഹത്തിനോടൊപ്പം മറ്റുള്ളവർക്കും അടുത്തടുത്ത ദിവസങ്ങളിലാണ്. ഇപ്പോൾ ഹഫീസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ അഫ്ഗാൻ മേഖലയിൽ തന്നെയായിരിക്കുമെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. പ്രജീഷ്, പോലീസ് എന്തായാലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മലയാളികളുടെ IS ബന്ധവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ അറസ്റ്റിലായ 2 പേരെ ഇന്ന് കൊച്ചിയിലെത്തിച്ചേക്കും. അർഷിദ് ഖുറേഷി, റിസ്വാൻ ഖാൻ എന്നിവരെയാണ് കൊച്ചിയിലെത്തിക്കുക. മലയാളികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പങ്കുണ്ടോ എന്നാണ് അന്വേഷണത്തിന്റെ കണ്ടെത്തൽ. സമീർ ചേരുന്നു. സമീർ, എപ്പോഴായിരിക്കും ഇവരെ എത്തിക്കുക? എത്തിച്ചതിന് ശേഷം ഏതൊക്കെ മേഖലകളിൽ കൊണ്ടുപോയാണ് തെളിവെടുപ്പ് നടത്തുക, കൂടുതൽ അന്വേഷണം നടത്തുക? ഉമേഷ്, എപ്പോഴായിരിക്കും ഇവരെ എത്തിക്കുക? പ്രജീഷ്, 12:30-ഓടെയാണ് ഇരുവരെയും കൊച്ചിയിലെത്തിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 പേരെയും ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും എന്നും അറിയാനായിട്ടുണ്ട്. ഹാജരാക്കിയതിന് ശേഷം നേരെ കാക്കനാട് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇരുവരെയും ചോദ്യം ചെയ്യുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. RC ഖുറേഷിയെ ഈ മാസം 21-നാണ് മുംബൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് റിസ്വാൻ ഖാനെ കുറിച്ചുള്ള വിവരങ്ങൾ ഖുറേഷിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിനുശേഷമാണ് 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരള പോലീസ് തന്നെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇവരെ NIA-യും ചോദ്യം ചെയ്യും എന്നും അറിവായിട്ടുണ്ട്. നേരത്തെ മുംബൈയിൽ വെച്ച് NIA പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് UAPA അടക്കം ഖുറേഷിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം ഖുറേഷിയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ഖുറേഷിയെ വിധേയമാക്കേണ്ടതുണ്ട്. ഇതിനകം തന്നെ ഖുറേഷിക്ക് ഇക്കാര്യത്തിൽ, അതായത് ഈ മലയാളികളെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കാരണം കാണാതായവരിൽ പലരും ഖുറേഷിയുടെ വീട്ടിൽ താമസിച്ചിരുന്നതായുള്ള തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം റിസ്വാൻ ഖാനാണ് ഇവരെ ആദ്യം ഈ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനായി ഇവരെ ആദ്യം ബന്ധപ്പെടുന്നത് റിസ്വാൻ ഖാനാണ് എന്ന വിവരവും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഖുറേഷിയാണ് ഈ കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ. എന്തായാലും ഇവരുടെ അറസ്റ്റ് വളരെ നിർണായകമായിട്ടുണ്ട്. ഇനി ഇവരെ ചോദ്യം ചെയ്യുക എന്നതാണ് അവശേഷിക്കുന്നത്. നാളെ വരെയാണ് ട്രാൻസിറ്റ് വാറണ്ട് മുംബൈ കോടതി കൊടുത്തിട്ടുള്ളത്.
എന്നുള്ളത്. നാളെ വരെ ഇവിടെ കേരളത്തിലെ കോടതിയിൽ ഹാജരാക്കാൻ സമയമുണ്ടെങ്കിലും ഇന്ന് തന്നെ ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുത്ത ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. കെ ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം കളക്ടറേറ്റിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ അല്ലുമ്മയാണെന്ന വാർത്തകൾക്ക് സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ് അറിയിച്ചിരിക്കുന്നു. അതേസമയം സ്ഫോടനത്തിന് ഉപയോഗിച്ച ടൈമർ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും കണ്ടെത്തി. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, അല്ലുമ്മ വിട്ടുപോയ പ്രവർത്തകർ അവരൊക്കെയാണ് ചേർന്നുകൊണ്ടുള്ള സ്ഫോടനമാണ് നടത്തിയെന്നായിരുന്നു ചില വാർത്തകൾ വന്നത്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണ ഏജൻസി സ്ഥിരീകരിക്കുന്നുണ്ടോ കാര്യങ്ങൾ? അല്ല എങ്കിൽ എന്താണ് അവരുടെയൊക്കെ തന്നെ നിലപാട്? പ്രജീഷ്, ഇതില് ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ചില ദിവസങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വരുന്നത്. എന്നാൽ ഇതൊന്നും കേരള പോലീസ് അംഗീകരിക്കുന്നില്ല. കേരള പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇത് ആദ്യം പറഞ്ഞിരുന്നത് DHRM ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് മാവോയിസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഇത് ഉണ്ടെന്ന് പിന്നെ ഒരു സംശയം വന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ, ഇതെല്ലാം പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കാത്ത സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് കേരള പോലീസിന് യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ കഴിയില്ല. ഒരു സ്ഫോടനം നടന്ന സാഹചര്യത്തിൽ അതിന്റെ സാധ്യതകൾ മുഴുവനും എല്ലാതും പരിശോധിക്കുന്നത് സാധാരണയാണ്. പക്ഷെ ഇതിൽ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് ബന്ധമുണ്ട് എന്ന് നാളിതുവരെ അങ്ങനെ സ്ഥിരീകരിക്കാനുള്ള യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നാണ് കേരള പോലീസിന്റെ ഇന്റലിജൻസ് മേധാവികളും അതുപോലെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണം. ഇതിൽ എടുത്തു പറയേണ്ടുന്നത്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന, അതായത് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച ടൈമർ, അത് വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ടൈമറാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത് ആന്ധ്രയാണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ബോംബ് സ്ഫോടനത്തിന് ഉപയോഗിച്ച ബാറ്ററികൾ, ഇത് സാധാരണ ഇവിടെ എല്ലാം ലഭിക്കുന്ന ബാറ്ററികളാണ്. പക്ഷെ ഇതിന്റെ കമ്പനിയിലെ ബാറ്ററികൾ കേരളത്തിന്റെ പുറത്തുനിന്ന് വാങ്ങിയതാകണം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഇത് കേരള പോലീസ് കഴിഞ്ഞ ഈ 2 മാസമായി ഇക്കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തി വരികയാണ്. ആന്ധ്രയിൽ ചിറ്റൂർ ബോംബ് സ്ഫോടനത്തിലും ഈ കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടനത്തിനും സമാനതകളുണ്ട്. ചിറ്റൂർ ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തമാണ്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇക്കാര്യത്തിൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. നർസിംഗ് യാദവ് ഗുസ്തി താരത്തിന് റിയോ ഒളിമ്പിക്സ് നഷ്ടമായേക്കും എന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് വരുന്നത്. ദില്ലിയിൽ നിന്ന് മനുശങ്കരൻ ചേരുന്നു. മനു, ഏതടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നത്? നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയാണ് ഇത് സംബന്ധിച്ചൊരു കാര്യം പുറത്തു വിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഹരിയാനയിൽ സോനിപത്തിൽ പരിശീലനത്തിലായിരുന്നു നർസിംഗ് യാദവ്. നർസിംഗ് യാദവിന്റെ ഉത്തേജക വിരുദ്ധ പരിശോധന നടത്തിയപ്പോൾ ഈ ഉത്തേജക വിരുദ്ധ ഏജൻസി തന്നെ ഈ പരിശോധനയിൽ നർസിംഗ് യാദവ് പരാജയപ്പെട്ടതായുള്ള സ്ഥിരീകരണമാണ് നൽകുന്നത്. എന്നാൽ സായിയോ മറ്റ് സ്പോർട്സ് അതോറിറ്റി ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നൽകുന്നില്ല താനും. ഫെഡറേഷനും ഇത് സംബന്ധിച്ചൊരു ആശങ്കയിലാണുള്ളത്. ഇത് സംബന്ധിച്ചൊരു കൃത്യമായ വിശദീകരണം ഇവർ നൽകുന്നില്ല. നാളെ ജോർഗയിലേക്ക് താരങ്ങൾ ഒളിമ്പിക്സിന് മുന്നോടിയായി പോകാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നർസിംഗ് യാദവിന്റെ അടക്കമുള്ള താരങ്ങളുടെ ഉത്തേജക വിരുദ്ധ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് നർസിംഗ് യാദവ് അടങ്ങിയ ഉത്തേജകത്തിന്റെ അംശം നർസിംഗ് യാദവിൽ കണ്ടെത്തി എന്ന് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത്. എന്നാൽ നർസിംഗ് യാദവ് ഈ നിലപാടിൽ നിഷേധിക്കുകയാണ്. നിലവിൽ തനിക്ക് ഭക്ഷണത്തിലും മറ്റും കൃത്രിമം കലർത്തി കുടിക്കിയതാണ് എന്നാണ് നർസിംഗ് യാദവ് പറയുന്നത്. റിയോ ഒളിമ്പിക്സ് നഷ്ടമായാൽ 74 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലടക്കം ഇന്ത്യക്ക് സ്വർണ്ണ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന താരമായിരുന്നു നർസിംഗ് യാദവ്. സുശീൽ കുമാറിന് പകരമായി നർസിംഗ് യാദവ് നിയമ പോരാട്ടങ്ങളിലൂടെയാണെങ്കിൽ പോലും നർസിംഗ് യാദവിന് ഉത്തേജക മരുന്ന് വിവാദവുമായി ബന്ധപ്പെട്ട് റിയോ ഒളിമ്പിക്സ് നഷ്ടമായേക്കും എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി വരുന്നത്.